ക്ഷേമനിധി ഓഫീസിലേക്ക് STU നേതൃത്വത്തിൽ സ്വതന്ത്ര മത്സ്യവിതരണ തൊഴിലാളി ഫെഡറേഷന്റെ മാർച്ച്. ഫെഡറേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റി ആഭിമുഖ്യത്തിൽ തൊടുപുഴയിലുള്ള ഓഫീസിലേക്കാണ് മാർച്ച് നടത്തിയത്. മത്സ്യവിതരണ തൊഴിലാളികളെ സർക്കാർ അവഗണിക്കുന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം. സ്വതന്ത്ര മത്സ്യവിതരണ അനുബന്ധ തൊഴിലാളി ഫെഡറേഷൻ STU ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. അംശാദായത്തിലെ കുത്തനെയുള്ള വർധന അടിയന്തരമായി പിൻവലിക്കുക, മൊത്ത മാർക്കറ്റിൽ നിന്ന് ചെറുകിട തൊഴിലാളികൾ വാങ്ങിക്കുന്ന മത്സ്യത്തിലെ തൂക്കക്കുറവ് പരിഹരിക്കാൻ ഗവൺമെന്റ് തലത്തിൽ നടപടികൾ സ്വീകരിക്കുക, തൊഴിലാളികളുടെ മക്കൾക്ക് ലാംസം ഗ്രാന്റ് അനുവദിക്കുക, ജോലിയിൽ നിന്നും പിരിയുമ്പോൾ റിട്ടയർമെന്റ് ആനുകൂല്യം പ്രഖ്യാപിക്കുക, നിർത്തിവെച്ച തണൽ പദ്ധതി കുടിശ്ശിക അടക്കം പുനഃസ്ഥാപിച്ച് തൊഴിലാളികൾക്ക് വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു സമരം. സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് PU ബഷീറിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. സംസ്ഥാന ജനറൽ സെക്രട്ടറി സാഹിർ പാലക്കൽ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. അവര് മൊത്ത മത്സ്യ മാർക്കറ്റിൽ നിന്ന് മത്സ്യം വാങ്ങിക്കുമ്പോൾ കൃത്യമായി തൂക്കം ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ആ വിഷയത്തിൽ ഗവൺമെന്റ് ഇടപെട്ട് നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് മറ്റൊരു മുദ്രാവാക്യം. എല്ലാ ക്ഷേമനിധിയിലും എല്ലാ തൊഴിലാളികൾക്കും അവർ പിരിഞ്ഞു പോകുമ്പോൾ അവരടക്കുന്ന അംശാദായം തിരിച്ചു കൊടുത്ത് റിട്ടയർമെന്റ് ആനുകൂല്യം നൽകാറുണ്ട്. എന്നാൽ മത്സ്യ തൊഴിലാളികളുടെയും മത്സ്യവിതരണ അനുബന്ധ തൊഴിലാളികളുടെയും വിഷയത്തിൽ അവർക്ക് റിട്ടയർമെന്റ് ആനുകൂല്യമില്ല എന്നുള്ളതാണ്. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ പാവപ്പെട്ട തൊഴിലാളികൾക്ക് നിങ്ങൾ റിട്ടയർമെന്റ് ആനുകൂല്യം നൽകണമെന്നുള്ളതാണ്. മറ്റൊരു മുദ്രാവാക്യം നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നത് നമ്മുടെ മക്കൾക്ക് വിദ്യാഭ്യാസ സ്കോളർഷിപ്പ്, ലാംസം ഗ്രാന്റ് അത് മത്സ്യത്തൊഴിലാളികൾക്ക് നൽകുമ്പോൾ മത്സ്യവിതരണ തൊഴിലാളികളുടെ മക്കൾക്ക് വേർതിരിവുണ്ടാക്കി നൽകുകയും. STU ജില്ലാ ജനറൽ സെക്രട്ടറി VH നൌഷാദ് മുഖ്യപ്രഭാഷണം നടത്തി. ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് NB സലീം, STU ജില്ലാ ട്രഷറർ JBM അൻസാർ, PM പരീദ്, MM മുഹമ്മദ്, TR റഷീദ്, സുബൈർ ഇല്ലിക്കൽ, സക്കീർ ഇളമാക്കൽ, KM നിഷാദ്, PM ബാബ, PM സുലൈമാൻ, PM നിസാമുദ്ദീൻ, സദാനന്ദൻ അടിമാലി, ഷംസു അറക്കൽ, നസീർ കുറുപ്പുകണ്ടം എന്നിവർ സംസാരിച്ചു.